അടുത്ത ആരാടാ? അശ്വതി മാമടാ. എടാ ഏത് ചാപ്റ്റർ അടുത്ത് എടുക്കുന്നത്? ചാപ്റ്റർ 18. 17? 18. 18? Good afternoon. Good afternoon, ma'am. എല്ലാരും ഓണമൊക്കെ ആഘോഷിച്ചിരിക്കുകയാണല്ലേ? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാരും സ്വന്തം വീട്ടിലൊക്കെ തിരിച്ചെത്തിയോ? എത്തി. ലബോറട്ടറി മറന്നുപോയോ? വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നു. ഓക്കെ. ഓക്കെ, നമുക്കിനി എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോവിങ് അല്ലേ? അതായത് ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4 as below. Irrespective of the place they are operating and are equally applicable to both public and private sector. അതായത് മെഡിക്കൽ ലബോറട്ടറീസിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഏതിന് പ്രകാരമാണ്? അക്കോർഡിംഗ് ടു NABL. NABLന്റെ അടിസ്ഥാനത്തിലാണ് 4, അതായത് 4 ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് NABL എന്ന് നമുക്ക് അറിയണ്ടേ? NABLന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ആർക്കെങ്കിലും അറിയാമോ എന്താണ് NABL എന്ന്? എന്താണ് NABL? ഒന്ന് കമന്റ് ചെയ്ത് അറിയാമെന്നുണ്ടെങ്കിൽ. What is NABL? ആരാണ് NABL? ഒന്ന് എഴുതിയെടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബറേഷൻ ലബോറട്ടറീസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് for testing and calibration laboratories. Okay, അതായത് ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റിയാണിത് NABL എന്ന് പറയുന്നത് കേട്ടോ. ദേശീയ തലത്തിൽ നമ്മുടെ നാഷണൽ ലെവലിലുള്ള എല്ലാ ലബോറട്ടറികൾക്കും അംഗീകാരം, സർട്ടിഫിക്കറ്റിനോട് കൂടിയിട്ടുള്ള അംഗീകാരം നൽകുന്നത് NABL ആണ്. ഓക്കെ, അപ്പൊ NABLന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ NABLന്റെ മാനദണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, അവർ പറയുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് irrespective of the place they are operating and are equally applicable to both the public and the private sector. അതായത് ഇവിടെ പ്രദേശത്തിന്റെ ഇതൊന്നും നോക്കുന്നില്ല, അതായത് ഒരു ലബോറട്ടറി ഇരിക്കുന്ന സ്ഥലം ഏതാണെന്നൊന്നും ഇതിനകത്ത് കണക്കാക്കിയിട്ടില്ല. ഓക്കെ, ചില ലബോറട്ടറികള് ഗ്രാമപ്രദേശങ്ങളിലാവാം, മറ്റു ചിലത് നഗരങ്ങളിലാവാം. അതൊന്നും ഈ ഒരു NABLന്റെ മാനദണ്ഡത്തിൽ വരുന്നതേ അല്ല. മറിച്ച് ഒരു ലാബിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ക്ലാസിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഉൾപ്പെടുന്നത് പ്രൈവറ്റ് സെക്ടറും വരും, അതുപോലെ തന്നെ പബ്ലിക് സെക്ടറും വരും. ഓക്കെ, മനസ്സിലായോ? അതായത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും പ്രവർത്തിക്കുന്ന ലബോറട്ടറികളെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പെടുത്താവുന്നതാണ്. ഓരോ ലബോറട്ടറി, അത് സ്വകാര്യ മേഖല ആയിക്കോട്ടെ പൊതുമേഖല ആയിക്കോട്ടെ, ആ ലബോറട്ടറികളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് NABL അതിനെ 4 ആയിട്ട്
തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വൺ സ്മോൾ സൈസഡ് ആണ്. സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വളരെ ചെറുത്. ഓക്കെ, അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് ഓഫ് അപ് ടു 100 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് പ്രതിദിന കണക്കാണ് കേട്ടോ. ഒരു ദിവസത്തെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം 100 സാമ്പിൾ വരെയാണ് ഒരു ലബോറട്ടറിയിൽ റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയുടെ എണ്ണം എത്രയാണ്? സാമ്പിളിന്റെ അപ് ടു 100 കേട്ടോ. അതായത് 100 വരെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ലബോറട്ടറികളെ നമുക്ക് സ്മോൾ സൈസ്ഡ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തേതാണ് മീഡിയം സൈസ്ഡ്. ഓക്കെ, നോക്കിയേ, എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾ ഓഫ് അപ് ടു 101 to 400 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഒരു ദിവസം 101 മുതൽ 400 വരെ സാമ്പിളുകളാണ് ഒരു ലബോറട്ടറി കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ മീഡിയം സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കുന്നു. ഓക്കെ, മൂന്നാമത്തേത് ലാർജ് സൈസ്ഡ്. എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് ഓഫ് മോർ ദാൻ 401 to 1000 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഒരു ലബോറട്ടറി 401 തുടങ്ങി അല്ലെങ്കിൽ 1000 വരെയുള്ള സാമ്പിളുകളാണ് ഒരു ദിവസം കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ലാർജ് സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കാം. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, വെരി ലാർജ് സൈസ്ഡ് അല്ലെ, കുറച്ചും കൂടി വളരെ വലുതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് പാർട്ടിസിപ്പൻസ് പെർ ഡേ. 1000-ന് മുകളിൽ സാമ്പിളുകൾ ഒരു ലബോറട്ടറി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വെരി ലാർജ് സൈസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ലബോറട്ടറിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഇതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൾട്ടിപ്പിൾ ലൊക്കേഷൻ അപ്പൊ നോക്കാം എന്താണെന്ന്. എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ 1 ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്ത് ദ സെയിം ലീഗൽ ഐഡന്റിറ്റി. അതായത് ലീഗൽ ഐഡന്റിറ്റിയോട് കൂടി ഒരേ ജില്ലയിൽ ഒന്നിലധികം ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു ലബോറട്ടറിയുടെ തന്നെ പല ശാഖകള്, പല ബ്രാഞ്ചുകളില് ഒരു ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ളൊരു തൊട്ടടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ലാബ് തന്നെ നിങ്ങളുടെ ജില്ലയിൽ പല സ്ഥലത്തായിട്ടും ഉണ്ട്, അവരുടെ സേവനം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെ എന്ത് വിളിക്കാം? മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കാം. DDRC പോലുള്ള ലാബുകളൊക്കെ കുറെ സ്ഥലത്ത് എന്തുണ്ട്, ഒരേ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? ക്ലിയർ ആണ്? ഈസി ആണ് കേട്ടോ. വായിച്ചാല് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, അധികം ടഫ് ഒന്നുമല്ല. ഇനി നമുക്ക് എക്യുപ്മെന്റിലേക്ക് വരാം. എന്താണ് എക്യുപ്മെന്റ് എന്ന് നോക്കാം. എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എക്യുപ്മെന്റ് എന്താ സംഭവം? ഒന്ന് കമന്റ് ചെയ്ത്. എക്യുപ്മെന്റ് എന്താ? ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഉപകരണങ്ങളെയാണ് നമ്മൾ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് ലബോറട്ടറിയിലെ ഉപകരണങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. Each laboratory should arrange a list of equipments needed for functioning of the laboratory depending on the kind of test performed. Equipment consists of hardware and software of instruments, measuring system and laboratory information system. Okay, ഇതിനകത്ത് പറയുന്നത് എല്ലാ ലബോറട്ടറിയും എന്താണ്? ഉപകരണങ്ങളാൽ സജ്ജമാണ് അല്ലെ. ഓരോ ലാബുകളും അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് എക്യുപ്മെന്റുകളെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓരോ ലാബുകളും എന്താണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ വളരെ ചെറിയ ലാബാണെങ്കിൽ ചെറിയ ചെറിയ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി വളരെ വലിയ ലാബാണെങ്കിലോ ധാരാളം വലിയ ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ വലിയ ഉപകരണങ്ങളും എവിടെ ഉണ്ടാകും? ആ ഒരു ലാബിൽ ഉണ്ടാകും. അപ്പൊ ടെസ്റ്റുകൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഒരു ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ,
എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അത് ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും അല്ലെ? ടച്ച് ചെയ്യാൻ, നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാകും. അല്ല, നമുക്ക് എന്താ പറയാ, തൊടാൻ പറ്റാത്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പോ രണ്ട് തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും ലബോറട്ടറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സിൽ ധാരാളം, അതായത് ഇപ്പൊ പറഞ്ഞു ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കൂടാതെ മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോ തെർമോമീറ്റർ, സ്പിഗ്മോ മാനോമീറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ മെഷറിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും എവിടെ കാണാനായിട്ട് സാധിക്കും? ലബോറട്ടറികളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കുന്നത് അവിടെ കൊടുക്കുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ചാണ്. അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് എക്യുപ്മെന്റ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വലിയ വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യാത്തൊരു ലാബ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ ഫോളോവിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. എന്താണ്? എക്യുപ്മെന്റിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് അതിനകത്ത് പറയുന്നതെന്ന്. Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. ഓരോ ലാബും അവരുടെ ഡിസൈനും കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ടായിരിക്കണം എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ ലാബ്, അതായത് ഇപ്പോ സ്മോൾ സൈസ്ഡ് ലബോറട്ടറിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ ആയിരിക്കില്ല മീഡിയം സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറിക്ക് ഉള്ളത് അല്ലെ. അവരുടെ കപ്പാസിറ്റി, ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോ ചെറിയ ലാബുകളാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ അനുസരിച്ച് എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കുക. ഇനി വലിയ ലാബുകളാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി, അവരുടെ ഡിസൈൻ അനുസരിച്ച് എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ലാബുകള് അവർക്കുള്ള കപ്പാസിറ്റി, അവരുടെ ഡിസൈൻ എങ്ങനെയാണ് അതനുസരിച്ചിട്ട് വേണം അവിടേക്ക് ഇൻസ്ട്രുമെന്റുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, then second point, all equipment should be qualified before it is taken for clinical use. ഓക്കെ, ഓരോ എക്യുപ്മെന്റും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഓരോരോ എക്യുപ്മെന്റുകൾ ലബോറട്ടറിയിൽ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്യണം. അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് വല്ല ഡാമേജ്, എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, then third point, all equipment should be usable condition at all times. ലബോറട്ടറിയിലുള്ള ഉപകരണങ്ങൾ എല്ലാ സമയത്തും ഉപയോഗിക്കാനായിട്ട് സജ്ജമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് എക്യുപ്മെന്റ് എന്തെങ്കിലും പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാല് അയാളുടെ സാമ്പിൾ കളക്ട് ചെയ്യാനും ടെസ്റ്റിന് വിധേയമാക്കാനും അതുവഴി റിസൾട്ട് വൈകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പേഷ്യന്റിന് ഒരു ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് എത്ര പേഷ്യന്റ് വന്നാലും ആ പേഷ്യന്റ് വരുന്ന സമയത്തൊക്കെ എക്യുപ്മെന്റുകൾ സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാ സമയം യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എക്യുപ്മെന്റ് അറേഞ്ച് ചെയ്യേണ്ടത്. Then fourth point, regular inspection, cleaning and maintenance of equipment should be performed. Maintenance performed as per the recommendation of the manufacturer or more as required. Example, with overuse of aging of equipment. പിന്നെ അതുകൂടാതെ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് റെഗുലർ ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് എക്യുപ്മെന്റുകൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും എക്യുപ്മെന്റുകൾ ചെക്ക് ചെയ്യണം. കൂടാതെ ഇത് ക്ലീൻ ചെയ്യണം. ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്ന എക്യുപ്മെന്റുകൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്തിരിക്കണം. കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ മാനുഫാക്ചർ, ഇവിടെ മാനുഫാക്ചർ എന്ന് പറയുന്നത് ലബോറട്ടറിയിലെ സൂപ്പർവിഷൻ കൊടുക്കുന്ന ആളെയാണ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. മാനുഫാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ നിർദ്ദേശപ്രകാരം അയാൾ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? എക്യുപ്മെന്റുകള് സൂക്ഷിക്കാനും അത് ക്ലീൻ ചെയ്യാനും അത് ഫങ്ഷനിങ് ആണോ എന്ന് നോക്കാനായിട്ട് ചെക്ക് ചെയ്യും കൂടി വേണം. ആ ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യം, എക്യുപ്മെന്റുകൾ സദാസമയം നമ്മൾ ചെക്ക് ചെയ്തില്ല എങ്കിൽ, ഇപ്പൊ എന്താണ് പറയാ, ചില സമയത്ത് അതായത് ഈ എക്യുപ്മെന്റ് എന്താണ് കൂടുതലായിട്ട് ഓവർ യൂസ് വന്ന് അതിന് ഡാമേജ്, തേയ്മാനമൊക്കെ, ഡിപ്രീസിയേഷൻ വരാനൊക്കെ
സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 4 പോയിന്റ് ഞാൻ പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ. The next point, laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. Okay, അതായത് ലബോറട്ടറികളില് SOPs ഉണ്ട്. SOPs എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് എങ്ങനെയാണ് ഇത് ഒരു ഗൈഡ് ലൈൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് ലബോറട്ടറികളിലെ എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ലബോറട്ടറി പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, സ്റ്റാഫ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു കോപ്പി എപ്പോഴും ലബോറട്ടറികളിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, SOP means standard operating procedures. Okay, that is a set of rules and regulations. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ ഒരു കോപ്പി ലബോറട്ടറികളിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു എക്യുപ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അതിനകത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. തന്നെ ഒരു കോപ്പി ലബോറട്ടറികളിൽ സൂക്ഷിച്ചിരിക്കണം. The next one, all equipment should undergo calibration and verification. Undergo calibration and verification എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എല്ലാ എക്യുപ്മെന്റുകളും കൃത്യതയുള്ളതായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ടുള്ള കാലിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യതയുള്ളതായിരിക്കണം. പിന്നെ എപ്പോഴും അതായത് വെരിഫൈ ചെയ്യണം. ഓക്കെ, എപ്പോഴും അത് വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ എക്യുപ്മെന്റുകളും കൃത്യമാണെന്ന് നോക്കിയാൽ മാത്രമാണ്, അല്ലെ? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആശുപത്രികളിലെ എക്യുപ്മെന്റ് എന്തുകൊണ്ടാണ് അക്യുറേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ കാലിബർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് കാരണം എന്തായിരിക്കാം? അങ്ങനെയല്ലെങ്കിൽ ടെസ്റ്റ് അല്ലെ? അതായത് കൃത്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എക്യുപ്മെന്റ്സ് വഴി തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? അത് കൃത്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഉപകരണം കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ എന്ത് വരാം? വേരിയേഷൻ വരാം. അപ്പോ എന്താണ്? ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യണം? എപ്പോഴും ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് പേഴ്സണൽ നീഡ്സ് to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്യുപ്മെന്റുകളെ, ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകളെ വാറന്റി കാർഡുകൾ സൂക്ഷിക്കുക അല്ലെ? നമ്മൾ എന്തൊരു സാധനം വാങ്ങിച്ചാലും നമുക്ക് എന്ത് കിട്ടും? വാറന്റി കാർഡുകൾ കിട്ടില്ലേ? നമ്മൾ മൊബൈൽ വാങ്ങി, അല്ലെങ്കിൽ ഒരു അയൺ ബോക്സ് വാങ്ങി, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, എന്തൊരു ഉപകരണം ആയിക്കോട്ടെ, അതിന് നമുക്കൊരു വാറന്റി കാർഡ് അവര് തരും അല്ലെ? ഷോപ്പുകാര് നമുക്കൊരു വാറന്റി കാർഡ് തരും. അപ്പൊ ആ ഒരു ലബോറട്ടറികളിലും എന്തുണ്ട്? എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാറന്റി കാർഡുകൾ ലബോറട്ടറിയില് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് തകരാറിലാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ഫോൺ നമ്പർ എവിടെ സൂക്ഷിച്ചു വെക്കണം? ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് കേടായെന്ന് വിചാരിക്കുക, ഡാമേജ് ആയെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പുതിയ സാധനം, ഒരു പുതിയ എക്യുപ്മെന്റ് ആണ് മേടിച്ചതെങ്കിലും ഒരു പെട്ടെന്നൊരു ഡാമേജ് ഇതിന് വന്നു കഴിഞ്ഞാല്
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവുമല്ലോ റിപ്പയർ ചെയ്യാൻ വരുന്ന. അപ്പൊ അവരുടെയൊക്കെ കോണ്ടാക്ട് നമ്പർ ഈ ഒരു ലബോറട്ടറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്, യൂസർ മാനുവൽ ഷുഡ് ബി റീഡ്ലി അവൈലബിൾ ഫോർ റെഫറൻസസ്. അപ്പൊ എന്താണ് യൂസർ മാനുവല്? യൂസർ മാനുവല് റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ യൂസർ മാനുവൽ? കമന്റ് ചെയ്തോന്ന്. എന്താണ് യൂസർ മാനുവല്? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും യൂസർ മാനുവൽ അല്ലെ? ഹൗ ടു യൂസ് അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പ്രഷർ കുക്കർ വാങ്ങി എന്ന് വിചാരിക്കാം. അത് വാങ്ങി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിന്റെ എന്താ പറയാ, അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് യൂസർ മാനുവൽ ഉണ്ടാവും അല്ലെ? അതായത് എങ്ങനെയാണ് ആ പ്രഷർ കുക്കർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ അവിടെ ഒരു പേപ്പറിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് യൂസർ മാനുവൽ എന്ന് പറയുന്നത്. അപ്പോ ലബോറട്ടറിയിൽ പ്രവർത്തിപ്പിക്കുന്ന എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയും എന്ത് വേണം? ആ എക്യുപ്മെന്റിലും യൂസർ മാനുവൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ, അതായത് അധികം പരിചയമില്ലാത്ത സ്റ്റാഫുകളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രത്യേകം അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്, ഈ ഉപകരണം പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലെ? അപ്പോ ഈ യൂസർ മാനുവലിന്റെ സഹായത്തോടു കൂടി, അതിന്റെ റെഫറൻസോട് കൂടി നമുക്ക് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ ഒരു എക്യുപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു 2 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇവിടെ എടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചോ?
ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തെടുത്തോട്ടെ. നെക്സ്റ്റ് വരുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയിലെ നയങ്ങള്, നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ്. Then second point requisition form, test request form എന്നാണ്. Then third sample acceptance rejection. And fourth point is laboratory record. ഇപ്പൊ 4 പോയിന്റ് ആണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്, 4 പ്രധാന ഹെഡിങ്ങുകൾ. ഇനി അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ സബ് ആയിട്ട് കുറച്ച് പോയിന്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് ഒരു ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പോളിസികളിൽ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിലൊക്കെ ആദ്യം തന്നെ വരുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ് അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലബോറട്ടറിയിൽ പോകുന്നത്? സാമ്പിൾ കൊടുക്കാനും ടെസ്റ്റ് ചെയ്യാനും നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലബോറട്ടറികളിൽ പോകുന്നത് അല്ലെ. എന്തിനാണ് പോകുന്നത്? നമ്മുടെ സാമ്പിള് അല്ലെ, നമ്മുടെ സാമ്പിൾ സ്പെസിമെൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിൾ ലേബിൾ ചെയ്യുക, അത് രേഖപ്പെടുത്തുക, അതാണ് ഒരു ലബോറട്ടറി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ നിങ്ങള് specimen should be attached with at least 2 unique identifiers, example name, age, etc. Okay, അതായത് സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എടുക്കുന്ന സാമ്പിളുകൾ അല്ലെ, അതായത് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, ടിഷ്യൂ ആവാം, ഓക്കെ വാട്ടെവർ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങള് എന്ത് ചെയ്യണം? ആദ്യം തന്നെ എന്ത് ചെയ്യണം? 2 യുണീക്ക് ഐഡന്റിഫയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് ലേബൽ ചെയ്യണം അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ലബോറട്ടറി പോയി നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തതിന് ശേഷം അത് ഒരു ടെസ്റ്റ് ട്യൂബിലാക്കും അല്ലെ. അതാക്കിയതിന് ശേഷം എന്ത് ചെയ്യും? അതിനകത്ത് ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മുടെ പേര്, നമ്മുടെ വയസ്സ് എത്രയാണ്, അങ്ങനെയുള്ള 2 കാര്യങ്ങളും എന്തായാലും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. അപ്പോ 2 യുണീക്ക് ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട്, അതൊന്ന് നെയിം ആണ്, മറ്റൊന്ന് ഏജ് ആണ്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് സാമ്പിള് ലേബൽ ചെയ്യേണ്ടതും അത് രേഖപ്പെടുത്തുന്നതും. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. Then second point, specimen labeling using barcodes is an option that may decrease errors. ഇനി ചില ലബോറട്ടറികളിലാണെങ്കിൽ ഇങ്ങനെ എഴുതിയൊന്നും വെക്കൂല, അവര് ബാർകോഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സാമ്പിളുകൾ ലേബൽ ചെയ്യുന്നതും അത് ഡോക്യുമെന്റ് ചെയ്യുന്നതും. ഓക്കെ, ബാർകോഡ് ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ബാർകോഡ് ഉപയോഗിച്ചിട്ടല്ലേ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. സാമ്പിൾ ലേബൽ ചെയ്യുന്നതും ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഗുണം, അതായത് ഈ ബാർകോഡ് ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ പിശകുകൾ, അതായത് ടെസ്റ്റ് ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും ഒരു എന്താ പറയാ എററുകള് കുറയ്ക്കാനായിട്ട്, ഡീക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മള് കണ്ടുവരാറുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു ഭാഗത്ത് നിന്ന് ബ്ലഡ് എടുക്കുന്നു. ബ്ലഡ് എടുത്തു കഴിഞ്ഞാല് അവിടെയുള്ള സ്റ്റാഫ് അതെടുത്തതിന് ശേഷം കളക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പേരും നമ്മുടെ ഏജ് ഒക്കെ എഴുതിയിരിക്കാന്ന് വിചാരിക്കാം. എന്റെ പേര് അശ്വതി എന്നാണ്. ഞാനിപ്പോ ബ്ലഡ് കൊടുക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ എന്റെ പേരുള്ള 2 വ്യക്തികളും കൂടി അവിടെ വരികയാണ്. എന്റെ സെയിം ഏജ് ഗ്രൂപ്പുള്ള 2 പേരും കൂടി അവിടെ വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ബ്ലഡ് സാമ്പിൾ തമ്മിൽ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അതുകൂടാതെ ചില കേസുകളിൽ എന്താ പറയാ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിസൾട്ടുകളും മറ്റും കിട്ടുന്നതെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നതെങ്കിലൊക്കെ പേനമഷി, അതായത് നമ്മുടെ ഇങ്ക് ഉണ്ടല്ലോ, പെന്നിന്റെ ഇങ്ക് ഉണ്ടല്ലോ, അതൊക്കെ മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതുവഴി എന്ത് വരാം? ധാരാളം തെറ്റുകള്
വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു മൂവി ഉണ്ട്, അതായത് ഇതൊരു പഴയൊരു മൂവിയാണ്, ഞാൻ എപ്പോഴും കണ്ടതാണ്. ബ്ലഡ് സാമ്പിൾ മാറിപ്പോയിട്ട് എന്താ പറയാ, ശരിക്കും ഒരു അതിനകത്ത് 2 പേര് ചിലർ കണ്ടിട്ടുണ്ട്. ഒരു ആള് ക്യാൻസർ പേഷ്യന്റ് ആണ്, മറ്റൊരാൾക്ക് രോഗമൊന്നുമില്ല. പക്ഷെ രോഗമില്ലാത്ത വ്യക്തിയെ പിടിച്ച് ക്യാൻസർ പേഷ്യന്റ് ആക്കി. അതായത് അവരുടെ സാമ്പിൾ തമ്മിൽ എന്തായി, ചേഞ്ച് ആയി, മാറിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ബാർകോഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ലബോറട്ടറികളിൽ ശ്രദ്ധിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോവിങ് ഡീറ്റെയിൽസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2 യൂണിക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ആണ്, അതായത് നമ്മുടെ പേരും നമ്മുടെ ഏജും ആണ് സാമ്പിൾ മെപ്പിൾ അടയാളപ്പെടുത്താറ്. അതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അടയാളപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതിനകത്തൊന്ന് പേഷ്യന്റ് നെയിം, ഏജ്, ജെൻഡർ, പേഷ്യന്റ് പേര്, വയസ്സ്, അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ അത് രേഖപ്പെടുത്തും. ദെൻ പേഷ്യന്റ് ID, ഹോസ്പിറ്റലുകളിലെ ലബോറട്ടറികളിലാണെങ്കിൽ പേഷ്യന്റിന്റെ ID ഉണ്ടാകും. ഓക്കെ, ദെൻ മൂന്നാമത്തത് ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റിനാണ് രോഗി വിധേയനാക്കിയിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പിൾ കളക്ട് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ദെൻ അതുപോലെ തന്നെ ഇപ്പൊ ഇത് ബാർകോഡിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ചാൻസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്തതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ദെൻ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, അതുപോലെ തന്നെ ഏത് സമയത്താണ് സാമ്പിള് എടുത്തത്, ഏത് തീയതി അല്ലെങ്കിൽ ഏത് ഡേറ്റിനാണ് സാമ്പിൾ എടുത്തതെന്നുള്ള വിവരങ്ങൾ കൂടി അതിനകത്ത് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോ ഫസ്റ്റ് തന്നെ 2 ഐഡന്റിഫയേഴ്സ്, അതൊന്ന് നെയിം, ദെൻ ഏജ്. രണ്ടാമത്തത് ബാർകോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എറേഴ്സ് തിരുത്താനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ, ആ ലെവലിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പേഷ്യന്റ് നെയിം, ഏജ്, ജെൻഡർ, ദെൻ പേഷ്യന്റ് ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, ടൈം ആൻഡ് ഡേറ്റ് ഫോർ സ്പെസിമെൻ കളക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ് കേട്ടോ. ഓക്കെ, റിക്വസിഷൻ ഫോം, ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അഭ്യർത്ഥന ഫോമുകൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അഭ്യർത്ഥന ഫോമുകളെയാണ് റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. The requisition form should be finished by the doctor, health worker, requesting the test and sent together with the specimen patient to the laboratory. Okay, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറുടെ എന്ത് വേണം, അഭ്യർത്ഥന ഫോം വേണം അല്ലെ. അവര് കുറിച്ച് തരുന്ന ആ ഒരു എന്താ പറയാ ഒരു കുറിപ്പടി അല്ലെ, ഡോക്ടറുടെ ഒരു കുറിപ്പടി അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറുടെ ഒരു കുറിപ്പടി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ അതായത് ലബോറട്ടറിയിൽ ചെല്ലുന്നത്. അത് കാണിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുക, നമ്മളെ ടെസ്റ്റിന് വിധേയമാക്കുന്നത് അല്ലെ. അപ്പോ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയിൽ നമുക്ക് ചെല്ലണമെങ്കിൽ, ടെസ്റ്റുകൾ നമുക്ക് നടത്തണമെങ്കിൽ ഡോക്ടറുടെ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം എന്തായാലും ആവശ്യമുള്ളതാണ്. ഇനി അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം അല്ലെ. ഇപ്പൊ സാധാരണ ഇപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ഷുഗർ, അത് അല്ലെങ്കിൽ കൊളസ്ട്രോള്, തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സെൽഫ് ആയിട്ട് എന്ത് ചെയ്യാം, പരിശോധിക്കാനായിട്ട് പറ്റും. ഇനി മറ്റു ഭയങ്കര അല്ലെങ്കിൽ മാരകമായിട്ടുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ നമുക്ക് തനിയെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നിർബന്ധമായും ഡോക്ടറുടെ റിക്വസ്റ്റ് ഫോം ആവശ്യമാണ്. ഓക്കെ, അതിൽ പറയുന്ന പ്രകാരം മാത്രമാണ് അവര് ടെസ്റ്റുകൾ ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ദ പേഷ്യൻസ് ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, date and time of specimen collection, investigation requested and source of sample, example for culture and histopathology should also be included. രണ്ടാമതായിട്ട് എന്താണ് വേണ്ടത്, അതായത് രണ്ടാമതായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, അതായത് പേഷ്യന്റ് നെയിം,
അങ്ങനെയുള്ള അഡ്രസ് തുടങ്ങിയ കാര്യങ്ങള് ഇതൊക്കെ ലബോറട്ടറി കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ഏജ്, പേഷ്യന്റെ വയസ്സ് എത്രയാണ്, ദെൻ അവരുടെ സ്ഥലം എവിടെയാണ്, ദെൻ ഡേറ്റ് ആൻഡ് ടൈം, അതായത് വന്ന സാമ്പിൾ കൊടുത്ത തീയതി, അതിന്റെ ടൈം, അതുപോലെ തന്നെ ഏതൊക്കെ സാമ്പിൾ ആണ് ആ ഒരു പേഷ്യന്റിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ചിലപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കൾച്ചർ ആണ്. കൾച്ചർ എന്തിനാ ചെയ്യുന്നത്? യൂറിൻ കൾച്ചർ ആണല്ലോ ചെയ്യുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിൻ കൾച്ചർ ചെയ്യുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്ന ഒരു സാമ്പിൾ എന്ന് പറയുന്നത് യൂറിൻ ആണ്. ഇനി ചില കേസുകളിൽ ടിഷ്യൂസ് ഒക്കെ കളക്ട് ചെയ്യുക അല്ലെ. അപ്പോ അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് അവർ സാമ്പിൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുക. ഓക്കെ. അപ്പോ ഇതാണ് രണ്ട് കാര്യങ്ങൾ കേട്ടോ. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഡോക്ടറുടെ റിക്വസ്റ്റ് ഫോം വേണം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. രണ്ടാമത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നെയിം, ഏജ്, ലൊക്കേഷൻ, ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണ് സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, പിന്നെ ഏത് സാമ്പിൾ ആണ്, ചിലപ്പോ യൂറിൻ ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ ടിഷ്യൂ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ പറഞ്ഞത്, റിക്വസിഷൻ ഫോം. ഓക്കെ, സാമ്പിൾ അക്സെപ്റ്റൻസ് റിജക്ഷൻ അതെന്താണെന്ന് നോക്കാം. ചില സമയത്ത്, അതായത് ഈ ഹെഡിങ്ങിൽ പറയുന്നത് അതായത് കൂടുതലും സാമ്പിളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെ. സാമ്പിളുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇനി അല്ലാത്ത കേസുകളിൽ ചിലപ്പോൾ റിജക്ഷൻ വരാം. ഓക്കെ, നമുക്കൊന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷനിലെ ഫസ്റ്റ് പോയിന്റ്, all specimens should be checked on receiving in the laboratory for fitness for test. These checks should include suitable container, quantity, volume in case of blood, urine sample, quality of sample in the case of tissue samples, any leakage, etc. Okay. അതായത് എല്ലാ സ്പെസിമെനും എല്ലാ സാമ്പിളുകളും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ലാബിനകത്തേക്ക് വരുന്ന എല്ലാ സാമ്പിൾസും പരിശോധനാ യോഗ്യമാക്കിയിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഏതൊക്കെ സാമ്പിളുകളാണോ ലാബിനകത്തേക്ക് കൊണ്ടുവരുന്നത് അതൊക്കെ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കിയിരിക്കണം. കൃത്യമായിട്ട് പരിശോധനക്ക് വിധേയമാക്കണമെങ്കിൽ കൊണ്ടുവരുന്ന സാമ്പിളുകള് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ ഉള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതായത് ഓരോ സാമ്പിളും ബ്ലഡ് കളക്ട് ചെയ്യുന്ന സാമ്പിൾ ഇത് എന്താ പറയാ കണ്ടെയ്നർ വേറെയാണ്, യൂറിൻ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നർ വേറെയാണ്. അപ്പൊ ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടോ? ഇനി അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം എന്നത് എന്താണ് കറക്റ്റ് ആയിട്ടാണോ ഉള്ളത് കേട്ടോ. അതായത് ഇപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? അവര് ബ്ലഡ് കളക്ട് ചെയ്യും അല്ലെ. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ചില കേസുകളിലൊക്കെ വെയിൻ കിട്ടാത്തതായിട്ട് വരും അല്ലെ, ഞരമ്പ് കിട്ടാത്തതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബ്ലഡ് മാത്രമാണ് സിറഞ്ചിലേക്ക് വരിക, ബാക്കി എന്താണ് അവിടെ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യും? കുത്തിവെച്ചിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യും അല്ലെ. അപ്പോ അവർക്ക് ഒരു നിശ്ചിത എമൗണ്ടിൽ എന്ത് വേണം? ബ്ലഡ് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി യൂറിന്റെ കാര്യമാണെങ്കിൽ ഒരു നിശ്ചിത അളവിൽ യൂറിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ടെസ്റ്റിന് വിധേയമാക്കുകയുള്ളൂ. ഇതിന്റെ രണ്ടിന്റെയും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ആ ടെസ്റ്റ് റിജക്ഷൻ വരാം. ഓക്കെ, ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. ആ ഒരു ടെസ്റ്റുകൾക്ക് റിജക്ഷൻ സംഭവിക്കാവുന്നതാണ്. ഇനി വേറൊരിതിൽ പറഞ്ഞാൽ ഇപ്പോ പറയാ ടിഷ്യൂ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. ശരീരത്തിൽ നിന്ന് ടിഷ്യൂ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ സാമ്പിളുകൾക്ക് ടിഷ്യൂ സാമ്പിൾ ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി അല്ല അവിടെ നോക്കുന്നത്, മറിച്ച് അതിന്റെ ക്വാളിറ്റി. അതായത് ഏറ്റവും നല്ല ടിഷ്യൂ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോ സാമ്പിളുകളുടെ കാര്യത്തിൽ സാമ്പിൾസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരുപോലെ പ്രധാനമാണ്.
അത് നല്ല രീതിയിൽ എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് റിജക്ഷൻ വരാം. ഓക്കെ. Then second point, record should be kept for acceptance rejection with the reasons and actions specified of all the samples received in the laboratory as per criteria defined earlier. Okay, അതായത് എന്തെങ്കിലും റിജക്ഷൻ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് അതിന്റെ കാരണം. ഓക്കെ, റിജക്ഷൻ ഇപ്പോ തന്നിരിക്കുന്ന സാമ്പിളിൽ ക്വാണ്ടിറ്റി കുറവോ ക്വാളിറ്റി കുറവോ അതൊക്കെ എന്താണ് റീസൺ ആയിരിക്കും അല്ലെ. അപ്പോ റിജക്ഷൻ ടെസ്റ്റുകൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം? ലബോറട്ടറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ കാരണം സഹിതം ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ടെസ്റ്റ് റിജക്ട് ആയതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, if laboratory rejects any sample, it should be informed the patient, doctor and need for recollection. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു സാമ്പിൾ റിജക്റ്റ് ആവുകയാണെങ്കിൽ, ഒരു ടെസ്റ്റ് റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന പേഷ്യന്റിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളുടെ സാമ്പിൾ കൊണ്ടുവന്നത് റിജക്റ്റ് ആയ പേഷ്യന്റിനോട് പറയണം. പേഷ്യന്റിനോട് മാത്രമല്ല അവരെ പറഞ്ഞു വിട്ട ഡോക്ടറെയും ഇൻഫോം ചെയ്യണം. അതുകൂടാതെ വീണ്ടും സാമ്പിള് റീകളക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം സാമ്പിൾ എടുത്തു, റിജക്റ്റ് ആയെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് എടുക്കാതിരിക്കരുത്. മീൻസ് എന്താ പറയാ, ആ രോഗിക്ക് വീണ്ടും എന്ത് അതിനുള്ള റൈറ്റ് ഉണ്ട്. എടുത്ത് വീണ്ടും, അതായത് അയാൾ അതിനുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ സാമ്പിൾ റിജക്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം, കാരണം എന്തെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് വീണ്ടും അയാളുടെ കയ്യിൽ നിന്ന് സാമ്പിള് റീകളക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റ് ക്ലിയർ ആയോ? സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ. അടുത്തത് ലബോറട്ടറി റെക്കോർഡ് ആണ് കേട്ടോ. All the released laboratory records should be stored as per the national regulatory needs. ലബോറട്ടറി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരിക്കേണ്ട റെക്കോർഡുകൾ കേട്ടോ. അതെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും എന്താണ് നാഷണൽ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം സ്റ്റോർ ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, നാഷണൽ റെഗുലേറ്ററി നീഡ്സ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ലെവലില് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ നാഷണൽ ലെവലില് ഉള്ള ഒരു അതോറിറ്റിയാണ്. അതിന്റെ മാനദണ്ഡ പ്രകാരമാണ് ഓരോ ലബോറട്ടറിയും എന്താ പറയാ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവര് പറയുന്നതിനനുസരിച്ച് ഉള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും എവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ ഒരു ലബോറട്ടറിയിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ലബോറട്ടറി റിപ്പോർട്ടുകളും രോഗിക്ക് കൊടുക്കുന്ന ലബോറട്ടറി റിപ്പോർട്ടുകൾ, അതിന്റെ കോപ്പികളും കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ആ ഒരു ലബോറട്ടറിയിൽ സൂക്ഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, the records can be kept as physical copies as instrument printouts, photocopies or electronically LIS, HIS. പിന്നെ അതായത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡുകൾ എന്ന് പറയുന്നത് ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ, ഓക്കെ, അതായത് ഫോട്ടോ കോപ്പീസ് ഒക്കെ ഉണ്ടല്ലോ, ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ടുകളായിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ലബോറട്ടറിയിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയല്ലാത്തവയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസിൽ എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ഓക്കെ, ഇലക്ട്രോണിക്, അതായത് ഒരു പ്രത്യേക പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലബോറട്ടറികളിലെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലാണ്. ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് LIS എന്ന് പറയുന്നത് കേട്ടോ. LISന്റെ ഫുൾ ഫോം മൂന്നാമത്തെ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, LIS എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, എത്ര പേഷ്യൻസ് ആണോ അവിടെ വന്നത്, എത്ര പേരാണോ സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, അവരുടെ എല്ലാത്തരം റിപ്പോർട്ടുകളും കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ.
HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലുകളില് എന്താ പറയാ ലബോറട്ടറികളാണെങ്കിൽ ഹോസ്പിറ്റലുകളിലുള്ള ലബോറട്ടറികളൊക്കെ ആണെങ്കിൽ HIS-ലാണ് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലുകളിലെ ലബോറട്ടറികളിലാണെങ്കിൽ അതാണ് ആ രണ്ടെണ്ണം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ നിങ്ങള് യൂസ് ഓഫ് LIS laboratory information system, laboratory information management system enables a laboratory to track specimens from receipt, processing, testing and reporting to storage. അതായത് LIS എന്ന് പറയുന്നത് ഈ ഒരു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാത്തരം ഒരു ലബോറട്ടറിയിലെ എല്ലാത്തരം പ്രവർത്തനങ്ങൾ അല്ലെ. ഓക്കെ, ഒരു സാമ്പിള് കിട്ടി, ആ സാമ്പിള് കിട്ടുന്നത് മുതല് ആ പേഷ്യന്റിന് ടെസ്റ്റ് റിസൾട്ട് ആയിട്ട് കൊടുക്കുന്നത് വരെയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്? LIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലാണ് ഒരു രോഗിയുടെ എല്ലാത്തരം സാമ്പിൾ അടക്കമുള്ള എല്ലാത്തരം കാര്യങ്ങളും റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അടുത്തത് ലബോറട്ടറി റെക്കോർഡ്സ് include but are not limited to the following. ഇനി എന്തൊക്കെ ലബോറട്ടറി റെക്കോർഡ്സ് ആണ് ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കേണ്ടത്? അത് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. കൂടുതൽ ഡീപ്പായിട്ട് അത് അറിയണം എന്നുള്ളൊരു കാര്യമേ ഇല്ല. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെയാണ് ലബോറട്ടറി റെക്കോർഡുകൾ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് ലബോറട്ടറി റെക്കോർഡുകൾ. ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ഫോം. റിക്വസ്റ്റ് ഫോം എന്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? റിക്വസ്റ്റ് ഫോം നേരത്തെ പറഞ്ഞായിരുന്നു. കമന്റ് ചെയ്തേ, എന്താണ് റിക്വസ്റ്റ് ഫോം? കമന്റ് ചെയ്യ്, ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തേ വേഗം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ റിക്വസ്റ്റ് ഫോം എന്താ? വാട്ട് ഈസ് റിക്വസ്റ്റ് ഫോം? അഭ്യർത്ഥന ഫോം അല്ലെ, ഡോക്ടർ കൊടുക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പോ റിക്വസ്റ്റ് ഫോം എവിടെ ഉണ്ടായിരിക്കണം? ലബോറട്ടറികളിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തത് റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്. റിപ്പോർട്ടുകളുടെ ഒരു കോപ്പി പേഷ്യന്റ് കൊടുത്തുവിടും അല്ലെ, മറ്റൊരു കോപ്പി ലബോറട്ടറികളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തത് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്. ഓക്കെ, ഇത് പ്രിന്റ് ഔട്ടുകളായിട്ട്, അതായത് എല്ലാത്തരം പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങള് പ്രിന്റ് ഔട്ടുകളായിട്ട് സെപ്പറേറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫോർത്ത് വൺ ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ഒരു ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരമാണ് അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു വർക്ക് ബുക്കിന്റെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ലബോറട്ടറി രജിസ്റ്റേഴ്സ്. ലബോറട്ടറിയുടെ പലതരം രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ്റനൻസ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ള പല രജിസ്റ്ററും ലബോറട്ടറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? ഉപകരണങ്ങളുടെ കൃത്യത അല്ലെ, കൃത്യതയാണ് കാലിബ്രേഷൻ. അപ്പൊ ഉപകരണങ്ങൾ എത്രമാത്രം കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ ഉപകരണങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത്, ഏത് സമയത്താണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്, ഏതാണ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണത് കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Another one QC റെക്കോർഡ്സ്. അതായത് ഇവിടെ ക്വാളിറ്റി മാനുവൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അത് തെറ്റാണ്. ക്വാളിറ്റി കൺട്രോൾ എന്നാണ് ശരിയായിട്ടുള്ള ഇത് വരിക. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ,
അതായത് ഒരു ലബോറട്ടറിയുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്താണ്. ഓക്കെ, അതായത് അവര് എന്തൊക്കെ സേവനങ്ങളാണ് അവരുടെ നാളെ ഇതുവരെ ചെയ്തിരിക്കുന്നത്, അവരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡാക്കി സൂക്ഷിച്ചിട്ടുണ്ടാവും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. ഇനി എന്തെങ്കിലും ഇപ്പോ ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ലാബ് ആക്സിഡന്റ് നടന്നെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു അപകടം ആ ഒരു ലബോറട്ടറിയിൽ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ എന്താ പറയാ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള റെക്കോർഡ്, ദെൻ അതിനെ എന്താ പറയാ അതിനുവേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങള്. ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് ലാബിൽ ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക ലാബില്, അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തത് അതടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. അതായത് എന്താ പറയാ എന്തൊക്കെ സാധന എക്യുപ്മെന്റുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്, സ്റ്റോക്കുകൾ എത്രയാണ്, അതായത് അവിടെ വന്നിട്ടുള്ള എക്യുപ്മെന്റുകളുടെ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റുകളുടെ വിവര പട്ടിക, ദെൻ അവിടെ നിന്ന് എക്സ്പോർട്ട് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ വിവര പട്ടിക, ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. Then personal reports, staff training, competency reports and health record. Personal reports എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ എത്ര പേര് വർക്കിംഗ് ആണ്, അവരുടെ ട്രെയിനിങ് പീരീഡ് എത്ര, അവരുടെ കാലാവധി എത്ര, പിന്നെ അവരുടെ കഴിവനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷനും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലേക്കുള്ള ഒരു റെക്കോർഡ്. പിന്നെ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, എന്താണ് അവരുടെ വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇതില് വരുന്നത് കേട്ടോ. Then next complaints and their resolution. Complaints എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും വിവരങ്ങൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. Then ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അസെറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പാദ്യം. ഓക്കെ, ഇൻവെന്ററി ഇവിടെ ലബോറട്ടറിയിലെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എക്യുപ്മെന്റ്സിനെയാണ്. ഓക്കെ, അപ്പൊ ഇൻവെന്ററി ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്യുപ്മെന്റ്സിന്റെ രജിസ്റ്റർ ആണ് കേട്ടോ, അല്ലെങ്കിൽ റെക്കോർഡുകളാണ്. ദെൻ സേഫ്റ്റി മാനുവൽ, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടാകും. ഒരു ലബോറട്ടറി കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവര് പിന്തുടർന്ന് വരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദെൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ ഇപ്പൊ വരവ് ചെലവിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ലബോറട്ടറിക്ക് ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള കാൽക്കുലേഷനും മറ്റും ബഡ്ജറ്റിങ്ങും മറ്റും ലബോറട്ടറിക്ക് ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള കാൽക്കുലേഷനും അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്. ദെൻ SOPs എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഓരോ എക്യുപ്മെന്റും എങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഗൈഡ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, SOPs വരുന്നത്. ലാസ്റ്റ് വൺ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്. അതായത് സ്റ്റാഫുകളുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, അവർക്ക് ഓവർലോഡ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിനെയാണ് ഇത് പറയുന്നത് വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് പെടാത്തത് ഏത് പെടുന്നത് ഏത് അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആ പറഞ്ഞോളൂ. തേർഡ് പോയിന്റില് സെക്കൻഡ് എന്ന് പറയാം. സാമ്പിൾ അക്സെപ്റ്റൻസ് ആണോ അതിനകത്ത് സെക്കൻഡ് പോയിന്റോ?
record should be kept for acceptance rejection with the reason and action specified. Okay, അതായത് സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ആവുകയാണെങ്കിലോ അതിൻ്റെതായിട്ടുള്ള റെക്കോർഡുകൾ എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം? ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാമ്പിള് ഒരാളൊരു എന്താ പറയാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പോൾ ആ ബ്ലഡിന്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ആ ഒരു സാമ്പിള് റിജക്റ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റീസൺ എന്താണ്, അതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ലക്ഷ്ന? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Ma'am.